ഭാരതത്തിന്റെ മുഖ്യഭൂമിയിൽ നിന്നും 1200 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിലെ ഒരു പച്ചത്തുരുത്ത്. ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന 72,000 കോടിയുടെ ബൃഹത്തായ പദ്ധതി. ഒരു വശത്ത് രാജ്യസുരക്ഷയുടെ മുങ്ങാത്ത യുദ്ധക്കപ്പൽ എന്ന് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുമ്പോൾ, മറുവശത്ത് ഇതൊരു പകൽക്കൊള്ളയാണെന്ന് പ്രതിപക്ഷം. 150 ലക്ഷം മരങ്ങൾ വെട്ടിമാറ്റപ്പെടുമോ? ഷോംപെൻ ഗോത്രവർഗക്കാർക്ക് എന്ത് സംഭവിക്കും? ഈ പദ്ധതിക്ക് പിന്നിൽ ശരിക്കും അദാനിയാണോ? പ്രഖ്യാപനത്തിനൊപ്പം വിവാദവും അകമ്പടിയായി എത്തിയ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ടിനെ കുറിച്ചുള്ള ആമുഖമാണ് ഇത്. ഈ പദ്ധതിയും അതിൻ്റെ യാഥാർത്ഥ്യവും എന്താണ്? അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. എന്താണ് ആൻഡമാൻ നിക്കോബാർ? 800-ലധികം ദ്വീപുകൾ. പക്ഷേ മനുഷ്യവാസമുള്ളത് വെറും 31 എണ്ണത്തിൽ മാത്രം. ഷോംപെൻ, നിക്കോബാറീസ് എന്നീ 2 ആദിവാസി ഗോത്ര സമൂഹങ്ങളും ഇതിലുണ്ട്. ഇന്ത്യയുടെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ഐലൻഡും ചരിത്രം ഉറങ്ങുന്ന സെല്ലുലാർ ജയിലും സ്കൂബ ഡൈവിംഗിന്റെ പർദീസയായ സ്വരാജ് ദ്വീപും ഒക്കെ ചേർന്നതാണ് ഈ പ്രകൃതി വിസ്മയം. എന്നാൽ വിനോദസഞ്ചാരത്തിനപ്പുറം ലോകം ഇന്ന് ഈ ദ്വീപുകളെ നോക്കുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. നോക്കൂ, ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയായ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ട് നിക്കോബാറീസിൽ നിന്നും വെറും 40 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. സിംഗപ്പൂരും കൊളംബോയും മലേഷ്യയും ഈ പാതയിലൂടെ കോടികൾ കൊയ്യുമ്പോൾ ഭാരതം ഇതുവരെ കാഴ്ചക്കാരനായിരുന്നു. നമുക്ക് സ്വന്തമായി ഒരു വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഉണ്ടെങ്കിൽ വിദേശ നാണയം ലാഭിക്കാം എന്ന് മാത്രമല്ല, ചൈനയുടെ 80% ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന മലാക്ക കടലിടുക്കിന്റെ താക്കോൽ നമ്മുടെ കയ്യിലാകും. അതുകൊണ്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ ഭാരതത്തിന്റെ മുങ്ങാത്ത യുദ്ധക്കപ്പൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ശക്തമായ സൈനിക സാന്നിധ്യം സൃഷ്ടിക്കുന്നതിലൂടെ ചൈനീസ് കപ്പലുകളെ പൂർണ്ണമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ നിയന്ത്രിക്കാനും സാധിക്കും. നമ്മുടെ രാജ്യത്തെ വലയം ചെയ്യുന്ന തരത്തിൽ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന പേരിൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, പാകിസ്ഥാനിലെ ഗോദ്ദാർ, മ്യാൻമാറിലെ കൊക്കോ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങളും സൈനിക നിരീക്ഷണ സംവിധാനങ്ങളും സ്ഥാപിച്ച ചൈനയ്ക്ക് നൽകുന്ന ശക്തമായ തിരിച്ചടി കൂടിയാണ് ഈ പദ്ധതി. 30 വർഷം, 3 ഘട്ടങ്ങൾ. 1-ാം ഘട്ടത്തിൽ ഗലാദിയ ബേപോർട്ട്, കൂറ്റൻ കപ്പലുകൾക്ക് അടുക്കാൻ പാകത്തിന് 20 മീറ്റർ ആഴമുള്ള പ്രകൃതിദത്തമായ തുറമുഖം. മുൻപ് പോർട്ട് ബ്ലെയറിലെ തുറമുഖത്തിൽ നേവിയുടെ ഡിസ്ട്രോയറുകൾക്കോ വിമാനവാഹിനി കപ്പലുകൾക്കോ അടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ വമ്പൻ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഏത് സമയവും തങ്ങാനും ഇന്ധനം നിറയ്ക്കാനുമുള്ള വലിയ മിലിറ്ററി എൻക്ലേവായി ഇവിടെ മാറും. 2 ഗ്രീൻഫീൽഡ്സ് എയർപോർട്ട്. സിവിൽ വിമാനങ്ങൾക്കും റാഫേൽ, സുഖോയ് യുദ്ധവിമാനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. സമുദ്ര നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന P-81 പോസ്ഡോൺ വിമാനങ്ങൾക്കും ഇവിടെ സ്ഥിരമായി താവളമൊരുക്കാൻ സാധിക്കും. ഇത് തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ നമ്മുടെ സേനയ്ക്കാവും. രാജ്യത്തിന്റെ ഒരേയൊരു സംയുക്ത സൈനിക കമാൻഡ് ആൻഡമാനിലാണ്. ഗ്രേറ്റ് നിക്കോബാറിലെ വികസനം ഈ കമാൻഡിന്റെ റഡാർ ശൃംഖലകളെയും ഇന്റലിജൻസ് സംവിധാനങ്ങളെയും കൂടുതൽ ആധുനികവൽക്കരിക്കും. ചുരുക്കത്തിൽ, യുദ്ധകാല സാഹചര്യങ്ങളിൽ ശത്രു രാജ്യങ്ങളെ പ്രതിരോധിക്കാനും മറ്റു കാലങ്ങളിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനും ലഭിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ആയുധമായി ഈ പ്രൊജക്ട് മാറും. 3 ഗ്രീൻ സിറ്റി. ജീവനക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമായി ഒരു ആധുനിക ടൗൺഷിപ്പ്. ഇതിന് ഊർജം പകരാൻ 450 കിലോവാട്ട് ശേഷിയുള്ള സോളാർ ഗ്യാസ് അധിഷ്ഠിത ഊർജ നിലയം. ഇത്രയും മികച്ച പദ്ധതിയാണെങ്കിൽ പിന്നെന്തിനാണ് വിവാദം? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഗൗരവകരമായ ആരോപണങ്ങളാണ്. ഈ പദ്ധതി വരുന്നത് അദാനിക്ക് വേണ്ടിയാണെന്നും കാസിനോകളും ഹോട്ടലുകളും പണിയാൻ സൈന്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. സത്യത്തിൽ അദാനിക്ക് കരാർ നൽകിയോ? ഇതുവരെ ഔദ്യോഗികമായി അത് നൽകിയിട്ടില്ല. പക്ഷേ ഈ രംഗത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായതിനാൽ അദാനി പോർട്സ് ടെൻഡറിൽ മുന്നിലുണ്ട്. ഇതിനെയാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത്. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന്റെ നിർമ്മാണത്തിലും നടത്തിപ്പിലും അദാനി ഗ്രൂപ്പ് വലിയ താൽപ്പര്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന ഗലാദിയ ബേ തുറമുഖത്തിന്റെ ടെൻഡർ നടപടികളിൽ അദാനി പോർട്സ് മുൻനിരയിലുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്റർ ആയതിനാലും ഇതിന് സമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്നതിനാലുമാണ് അദാനി അവകാശവാദം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ മുഖേനയാണ് നിർവഹണം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സംയോജിത വികസന കോർപ്പറേഷനാണ് നോഡൽ ഏജൻസി. ഭൂമി ഏറ്റെടുക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഇവരുടെ ചുമതലയാണ്.
നീതി ആയോഗാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന്റെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തുറമുഖ, കപ്പൽ ഗതാഗത, ജലപാത മന്ത്രാലയമാണ്. വിമാനത്താവള നിർമ്മാണത്തിന്റെ മേൽനോട്ടം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കാണ്. സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിച്ചുകൊണ്ട് PPP മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ രീതിയിലാണ് കരാറുകൾ നൽകുന്നത്. അതായത് സ്വകാര്യ കമ്പനികൾ സ്വന്തം ചിലവിൽ ഇത് നിർമ്മിച്ച് നിശ്ചിത വർഷം പ്രവർത്തിപ്പിച്ച് ലാഭമെടുത്ത ശേഷം സർക്കാരിലേക്ക് കൈമാറണം. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പിനും ആഡംബര എക്കോ ടൂറിസം റിസോർട്ടുകൾ, കപ്പൽ പൊളിക്കൽ ശാലകൾ എന്നിവയ്ക്കായി വിദേശ കമ്പനികളടക്കം പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്പിറ്റാലിറ്റി കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഏറ്റവും വലിയ ആശങ്ക പരിസ്ഥിതിയാണ്. 1.5 കോടി മരങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന വെറും 400-ൽ താഴെ മാത്രം അംഗങ്ങളുള്ള ഷോംപെൻ ഗോത്രവർഗക്കാരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകുമോ? സർക്കാർ പറയുന്നത് ആരെയും കുടിയിറക്കില്ല എന്നാണ്. ആദിവാസി മേഖലകൾ ട്രൈബൽ റിസർവായി നിലനിർത്തും. എങ്കിലും പുറത്തുനിന്ന് 3 ലക്ഷം പേർ എത്തുമ്പോൾ ആ ദ്വീപിന്റെ ജൈവ വ്യവസ്ഥ താങ്ങുമോ എന്നതാണ് ചോദ്യം. കൂടാതെ ഇത് അതീവ ഭൂകമ്പ സാധ്യതയുള്ള മേഖല കൂടിയാണ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കാടുകളിൽ കഴിയുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പ്രാക്തന ഗോത്രമാണ് ഷോംപെൻ. ഈ ഗോത്രത്തിൽ 200-നും 400-നും ഇടയിൽ അംഗസംഖ്യ ഉണ്ടെന്നാണ് കണക്ക്. വേട്ടയാടിയും കാട്ടുപഴങ്ങൾ ശേഖരിച്ചും ജീവിക്കുന്ന ഇവർ ആധുനിക മനുഷ്യരുമായി ഇടപഴകാൻ കൂട്ടാക്കാറില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലായി അധിവസിക്കുന്നതും അംഗസംഖ്യ കൂടുതലുള്ളവരും താരതമ്യേന പരിഷ്കൃതരുമാണ് നിക്കോബാറീസ് ഗോത്രം. 27,000 പേരാണ് അംഗസംഖ്യ. പദ്ധതി നടപ്പിലാക്കുന്ന നിക്കോബാർ ദ്വീപിൽ മാത്രം ഈ വിഭാഗത്തിലുള്ള 1000 പേരുണ്ടെന്നാണ് കണക്ക്. ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി നടപ്പിലാക്കുമ്പോൾ പുറത്തുനിന്ന് ഏകദേശം 3 ലക്ഷത്തോളം പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് കണക്ക്. വലിയ രീതിയിൽ വനനശീകരണം നടക്കും എന്നതിനാൽ ഷോംപെൻ പോലുള്ള ആദിവാസി വിഭാഗങ്ങൾ വേരറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഷോംപെന്മാരെയോ നിക്കോബാറീസുകാരെയോ അവരുടെ നിലവിലുള്ള ആവാസ വ്യവസ്ഥയിൽ നിന്നും ബലമായി മാറ്റി പാർപ്പിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോഴും ആദിവാസികൾ താമസിക്കുന്ന പ്രധാന കാടുകളെ ട്രൈബൽ റിസർവായി നിലനിർത്തും. ഇവിടേക്ക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള തൊഴിലാളികൾക്കോ സാധാരണക്കാർക്കോ പ്രവേശനം ഉണ്ടാകില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നേരിട്ട് സന്ദർശനം നടത്തിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പദ്ധതിക്കെതിരെ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വികസനമല്ല, മറിച്ച് വികസനത്തിന്റെ പേരിൽ നടത്തുന്ന അന്ധമായ നശീകരണമാണെന്നും നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പകൽക്കൊള്ളയാണിതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഏതാണ്ട് 1.5 കോടിയോളം മരങ്ങൾ ഇവിടെ വെട്ടിനശിപ്പിക്കപ്പെടാൻ പോവുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. പ്രതിരോധത്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക വൻകിട വ്യവസായിക്ക് ആഡംബര ഹോട്ടലുകളും കാസിനോകളും നിർമ്മിക്കാനുള്ള വഴിയൊരുക്കാനാണ് സർക്കാർ സൈന്യത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന ഷോംപെൻ പ്രാക്തന ഗോത്രവർഗക്കാരെ അവരുടെ മണ്ണിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ നിന്നും ആട്ടിയോടിക്കുകയും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ലംഘിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇവരിൽ നിന്ന് ഭൂമി കൈവശപ്പെടുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. സോണിയാഗാന്ധിയും ഈ വിഷയത്തിൽ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഭൂകമ്പ സാധ്യത വളരെ കൂടുതലുള്ള ഈ പ്രദേശത്ത് ഇത്രയും വലിയ നിർമ്മാണങ്ങൾ നടത്തുന്നത് ദ്വീപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും 2004-ലെ സുനാമിക്ക് ശേഷം കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പടുത്ത ജനങ്ങളെ ഇത് വീണ്ടും അനാഥമാക്കുമെന്നും സോണിയ പറയുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സർക്കാരുകൾക്കില്ലാതിരുന്ന താൽപര്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കാര്യത്തിൽ മോദി സർക്കാരിന് ഇപ്പോഴുണ്ടാകാനുള്ള കാരണം ബിസിനസ് താൽപര്യങ്ങളാണെന്നാണ് ആക്ഷേപം. എന്നാൽ സമീപനത്തിൽ വന്ന മാറ്റമാണ് ഇതിന് കാരണം. മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ വിദേശ പ്രതിരോധ നയം പ്രധാനമായും പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള കര അതിർത്തികൾ കേന്ദ്രീകരിച്ചായിരുന്നു. സമുദ്ര സുരക്ഷയ്ക്ക് ഇന്നത്തെ അത്രയും പ്രാധാന്യം മുൻപ് കൽപ്പിച്ചിരുന്നില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വൻതോതിൽ സൈനികവൽക്കരിച്ചാൽ അയൽ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവയ്ക്ക് അത് തെറ്റായ സന്ദേശം നൽകുമെന്നും അവർക്ക് നമ്മോട് ഭയമുണ്ടാകുമെന്നും അന്ന് കരുതിയിരുന്നു. അതിനാൽ ദ്വീപുകളെ ശാന്തമായി നിലനിർത്താനാണ് മുൻ ഭരണകൂടങ്ങൾ താൽപര്യപ്പെട്ടത്. ഗ്രേറ്റ് നിക്കോബാർ എന്നത് ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത സസ്യങ്ങളും അപൂർവ ഇനം ജീവികളും ഉള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നുമാണ്. 2004-ലെ സുനാമിയിൽ ഈ ദ്വീപിലെ ചില ഭാഗങ്ങൾ കടലിൽ താഴുകയും ചെയ്തിരുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള സ്ഥലത്ത് വൻ മുതൽ മുടക്കിൽ പദ്ധതികൾ നടപ്പിലാക്കിയാൽ നഷ്ടമുണ്ടായാൽ നേരിടാൻ പര്യാപ്തമായ ധനസ്ഥിതിയും
നമുക്ക് മുൻപുണ്ടായിരുന്നില്ല. പ്രകൃതി സംരക്ഷണമോ അതോ രാജ്യസുരക്ഷയോ, ഇതിൽ ഏതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഭാരതം ഇന്ന് ഒരു വലിയ ചർച്ചയിലാണ്. എന്നാൽ പൊതുസ്ഥിതി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുമ്പോഴും പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് രാജ്യത്തിന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീലങ്കയിലും മ്യാൻമറിലും ചൈനീസ് കപ്പലുകളും അന്തർവാഹിനികളും താവളമുറപ്പിച്ചത് നമുക്ക് വലിയ ഭീഷണിയായി മാറി. പ്രദേശത്ത് ഡീഗോ ഗാർഷിയയിൽ അമേരിക്കയ്ക്കും സൈനിക താവളമുണ്ടെന്ന് ഓർക്കണം. അതോടെ ആൻഡമാൻ ദ്വീപുകളുടെ തന്ത്രപരമായ സ്ഥാനം ഉപയോഗിക്കാതെ ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന് നാം തിരിച്ചറിഞ്ഞു. ചൈന ശ്രീലങ്കയിലും മ്യാൻമറിലും പിടിമുറുക്കുമ്പോൾ നിക്കോബാറിനെ വെറുമൊരു കാടായി നിലനിർത്തുന്നത് നമ്മുടെ രാജ്യത്തിന് അത് ആത്മഹത്യാപരമായിരിക്കും എന്ന് ഭൂരിഭാഗം വിദഗ്ധരും കരുതുന്നു. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ സൈനിക പ്രതിരോധം ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഉയരും. വികസനം വേണം, പക്ഷേ അത് പ്രകൃതിയെയും മനുഷ്യനെയും നശിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് തന്നെയാണ് നയം.